നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തിയേറ്ററിലെ ഹിജാബി വിവാദത്തിൽ പോലീസിന് പരാതി ലഭിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയനാണ് പരാതി നൽകിയത്. പ്രിൻസിപ്പലിന് നൽകിയ കത്ത് ആരാണ് പുറത്തുവിട്ടത് എന്ന് അന്വേഷിക്കണം എന്നതാണ് ആവശ്യം. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ശിരോവസ്ത്രം ധരിക്കണമെന്ന ആവശ്യം കോളേജ് പ്രിൻസിപ്പാളിനാണ് വിദ്യാർത്ഥിക്ക് കത്തെഴുതി നൽകിയത്. ഇത് എങ്ങനെ പുറത്തു വന്നു എന്നത് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ കത്ത് പുറത്തു വന്ന മാതൃക അന്വേഷിക്കണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്ത് ഈ വിഷയം പതുക്കെ കരുത്താർജിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് ധരിക്കണം എന്ന ആവശ്യം കഴിഞ്ഞ 26-ാം തീയതിയാണ് വിദ്യാർത്ഥി പ്രിൻസിപ്പാളിനെ അറിയിച്ചത്. തന്നോടൊപ്പമുള്ള മറ്റ് ചില വിദ്യാർത്ഥികൾക്കും സമാനമായ ആവശ്യം ഉണ്ട് എന്നതാണ് ഈ കത്തിൽ ഇത് ആവശ്യം ഉന്നയിച്ച വിദ്യാർത്ഥിനി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിനെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. ബാലകൃഷ്ണൻ വടകര എന്നൊരു പ്രേക്ഷകൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, എന്തു തോന്നുന്നു? ഈ കത്തിന്റെ ഉറവിടം അന്വേഷിക്കണം എന്ന ആവശ്യം താങ്കൾക്കുണ്ടോ? നമസ്കാരം സർ. നമസ്കാരം. കത്തിന്റെ ഉറവിടം അങ്ങനെ പറയാതൊരു കത്ത് ഉണ്ടാവൂലല്ലോ സർ. അല്ല, കത്ത് അവർ കൊടുത്തു. അല്ല, ഞാൻ ചോദിക്കുന്നത് കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നതിനെ സംബന്ധിച്ച ഒരു അന്വേഷണം വേണമെന്ന്. ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞ് നാളെ പറയാണ് ഞങ്ങള് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട രോഗികളെ നോക്കൂലെന്ന് ഈ ഡോക്ടർമാർ പറയൂലെന്ന് നമ്മളെങ്ങനെയാ കരുതുക? അത് മാത്രമല്ല, ഇവര് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന രോഗീനെ കൊല്ലൂലെന്ന് എങ്ങനെ വിശ്വസിക്കുക? അപ്പൊ ഇതൊക്കെ മുളയിലെ നുള്ളണം സർ. ഏത് വിഭാഗമായാലും ഇതൊക്കെ മുളയിലേ നുള്ളണം. ഇതൊക്കെ എന്താണെന്നോ സാർ, തൊട്ടടുത്ത സംസ്ഥാനത്ത് ഇപ്പൊ ഹിജാബ് നിരോധിച്ചപ്പോ, ക്ലാസ്സിൽ യൂണിഫോമാണ് സാധാരണ ഉപയോഗിക്കുക സ്കൂൾ ക്ലാസ്സുകളിൽ. അതൊരു വർഗീയ അജണ്ടയാക്കി മാറ്റി അതിന് ഭാഗമാണ് ഇവിടെ വന്നത് എന്നാണ് താങ്കളുടെ അഭിപ്രായം. അത് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയല്ലേ അതിപ്പോ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വളം കൊടുക്കുന്ന അവരാണ്. ജനം മനസ്സിലാക്കട്ടെ സാർ. യെസ്, ഏതായാലും വളരെ നന്ദി. താങ്കൾ വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. പ്രിജോ റോബർട്ട് എന്നൊരു പ്രേക്ഷകൻ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രിജോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമുക്ക് അന്വേഷിച്ച് വസ്തുത വെളിപ്പെടുത്തേണ്ടുന്ന ഒരു വിഷയമാണിത്. ഈ വിഷയത്തിലേക്ക് കടക്കും അനുബന്ധമായിട്ട് ചില സംഭവങ്ങൾ കൂടി ഞാൻ പറയാണ്. അതായത് അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുന്ന ഭീഷണി മുഴക്കിയതിന് അയോധ്യ പോലീസ് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ദമ്പതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ പേര് ഒരു വിദ്യാസാഗർ ദോത്രെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയും അതുപോലെ അവരുടെ ഭർത്താവും. അവര് മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അവർക്ക് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ കേരളത്തില് മലപ്പുറത്ത് കടയൂര് ഒരു ശാന്തിനഗർ ക്ഷേത്രത്തില് മലമൂത്രം വിസർജനം വലിച്ചെറിഞ്ഞിട്ടൊരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു ശ്രമിച്ച ഒരു കേസ്, അതിലൊരു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രതിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. താങ്കളുടെ ഫോൺ നമുക്ക് സംശയ ദൃഷ്ടിയോടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏതായാലും താങ്കളുടെ ഫോണിലൊരു ചെറിയ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, അബ്ദുറഹ്മാൻ. ഇപ്പോൾ വിദ്യാർത്ഥി യൂണിയൻ ആവശ്യപ്പെട്ടത് ഈ പ്രിൻസിപ്പളിന് കൊടുത്ത കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നത് അന്വേഷിക്കണം എന്നതാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മളെ റോബർട്ട് ഇപ്പം വന്നിട്ട് സംസാരിച്ചത് 100% ഒരു ശരിയായ ഒരു സത്യമാണ്. അതേ രീതിയിൽ ഇന്ന് കേരളത്തെയും കൊണ്ടുപോകാനായിട്ട് ഒരു വർഗീയ കലാപത്തിനുള്ള ഇത് ഇന്ന് BJPയും RSSും കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ കത്ത് പുറത്തു വന്നതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഈ വർഗീയവാദികൾക്ക് നാട്ടിലൊരു വർഗീയമായിട്ടുള്ള ചിന്താഗതി, വർഗീയത തുപ്പുന്ന ഇപ്പം താങ്കൾ കാണുന്നില്ല. ഈ ഇതിൽ വന്നിട്ട് എത്ര പേരാണ് വർഗീയപരമായിട്ട് തുപ്പുന്നത്? അപ്പൊ അവന്മാർക്ക് ഇങ്ങനെ ഒരു വർഗീയ കലാപം നമ്മുടെ നാട്ടിൽ നിർബന്ധമായിരിക്കുകയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഇവന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കേരളമാണ്, ബുദ്ധിയുള്ളവരാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തെ മാതിരി വർഗീയപരമായിട്ട് ചിന്തിക്കുന്നവരല്ല കേരളത്തിലുള്ളത്. അതിലൊരു 10% 12% ഉണ്ടാവും. അവരെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളും. ഇത് തീർച്ചയായിട്ടും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത്
എവിടുന്നാ വന്നെന്നുള്ള വസ്തുത മനസ്സിലാവും. ഒരു പാവപ്പെട്ട കുറച്ച് ന്യൂനപക്ഷങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാനായിട്ട് RSSന്റെ ഒരു അജണ്ട മാത്രമാണ് ഇത് നടക്കുന്നത്. ആ RSSന് നമ്മുടെ ഈ ചില നേതാക്കന്മാർ, കാരണം മുസ്ലിംസിലുള്ള ചില നേതാക്കന്മാരുടെ ഒത്താശ, ഈ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവരത്. അപ്പൊ അതുകൊണ്ട് ഒരു ഉവൈസി എന്ന് പറഞ്ഞാൽ ഉവൈസി കാരണമാണ് ഇന്ന് നമ്മുടെ UP എല്ലാം കൈവിട്ടു പോയത്. അതുപോലത്തെ ഒരു ഉവൈസിയെ കേരളത്തിൽ നിർമ്മിക്കുക, അതാണ് RSSന്റെ അജണ്ട. അത് നടപ്പിലാകാൻ പോകുന്നില്ല. കേരളത്തിലുള്ള ബുദ്ധിയുള്ള ജനങ്ങളാണ്, മനുഷ്യത്വമുള്ള ജനങ്ങളാണ്. അതിൽ ഒറ്റപ്പെട്ട വർഗീയവാദികൾ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈ ക്രിസ്തംഗികളായിട്ടുള്ള കുറച്ച് വർഗീയവാദികളും ഇറങ്ങിയിട്ടുണ്ട്. അവർ പോലും മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഇവിടെ നമ്മുടെ സമയപരിമിതി കൊണ്ടാണ്. ഏതായാലും താങ്കൾ വിളിക്കുക, അഭിപ്രായം പങ്കുവച്ചാലും വളരെ നന്ദി. ശിവദാസൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശിവദാസൻ എന്തു തോന്നുന്നു? ഈ കത്ത് പുറത്തുവിട്ടതിന് പുറകിൽ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാകും എന്നാണോ? തീർച്ചയായിട്ടും. കാരണം ഇത് കോളേജ് യൂണിയൻ കത്ത് പുറത്തുവിട്ടതിനെ പറ്റി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കോളേജ് യൂണിയന് ഞാൻ അഭിവാദ്യം ചെയ്യാണ്. കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെ പ്രിൻസിപ്പാളിന് കിട്ടിയ ഒരു കത്ത് പുറത്തു വിടണമെങ്കിൽ അയാള് കാണിച്ചത് വളരെയേറെ തെറ്റാണ്. കാരണം അത് കോളേജ് യൂണിയൻ പ്രിൻസിപ്പാളിന് ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പാള് ഒന്നെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആ വകുപ്പ് സെക്രട്ടറിക്ക് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ മുസ്ലിം തീവ്രവാദികളും എന്ന് പറയുമ്പോൾ എല്ലാവരും മുസ്ലിം തീവ്രവാദികളല്ല. എന്നാൽ SDPI പോലുള്ള തീവ്രവാദികളും ഹിന്ദു RSSനെയും പോലുള്ള തീവ്രവാദികളും കൂടി ഈ കേരളത്തിന് വെളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലേക്ക് പറിച്ചു നട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ നന്ദി. താങ്കൾ സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുരേന്ദ്രൻ, ഈ SFIയുടെ ആവശ്യം ന്യായമാണോ? ഈ കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നത് അന്വേഷിക്കണമെന്നാ? നമസ്കാരം സാറേ, ഇതിൽ എനിക്ക് മറുപടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വർഗീയതയും രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാണ് ഇതിന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ പ്രിൻസിപ്പലിന് ഒരു ലെറ്റർ കിട്ടി, അദ്ദേഹം വേണ്ടപ്പെട്ടവരായിട്ട് ആ കത്തിൽ ഉള്ളടക്കം ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. അപ്പൊ അദ്ദേഹം മറ്റുള്ള അതിന് വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അതോ ഇനിയിപ്പോ അദ്ദേഹം തന്നെ എടുത്ത ഡിസിഷൻ ആണോ എന്ന് അറിയില്ല നമുക്ക്. അതൊന്നും എന്തെങ്കിലും നമുക്ക് മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അദ്ദേഹം ആരെങ്കിലുമായിട്ട് അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള മെഡിക്കൽ രംഗത്തുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിരിക്കും. അപ്പൊ അതാണ് നടപ്പാക്കിയത്. ഇപ്പൊ നമ്മളിപ്പോ കത്തിനെ പറ്റി പുറത്തു വന്നതല്ല നോക്കുക, കത്തിന്റെ ഉള്ളിൽ എന്താണോ അതാണ് നമ്മൾ അതിനെ നോക്കുന്നത്. പക്ഷെ അത് നമ്മൾ വിവാദമാക്കേണ്ട. കാരണം അവര് ചോദിച്ച് അവിടെ വെച്ച് കഴിഞ്ഞു. കാരണം പിന്നെ അത് വീണ്ടും കുത്തി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അങ്ങനെ വരുമ്പോഴാണ് അത് വർഗീയത, രാഷ്ട്രീയം, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. നമ്മള് ഇതുവരെ സംഗതിയാണ്. സുരേന്ദ്രൻ അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന് ശിവദാസൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശിവദാസൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സജീവ് ചേർത്തല എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സജീവ്, ഈ വിവാദം ഹിജാബ് ഓപ്പറേഷൻ തിയേറ്ററിൽ വേണം, അനുവദിക്കണം എന്ന വിവാദം തുടരുകയാണ്. എന്ത് തോന്നുന്നു? നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ ഒരു കത്ത് പ്രിൻസിപ്പലിന് കിട്ടിയപ്പോ പ്രിൻസിപ്പൾ ന്യായമായും ഇന്നത്തെ കാലത്ത് പേടിക്കേണ്ട രീതിയിലുള്ള ഒരു കത്താണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായല്ലോ. മതപരമായ ഒരു വിഷയം അതിനകത്ത് കയറ്റിക്കൊണ്ടാണ് പറയുന്നത്. അല്ല രോഗികളെ രക്ഷിക്കാനോ സംസ്ഥാനത്തിന് രക്ഷിക്കാനോ ഒന്നുമല്ല പറയുന്നത്. അവർക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത് വേണമെന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ തലപ്പാവും പച്ച യൂണിഫോമുമാണ് സാധാരണഗതിയിൽ അത് അണുവിമുക്തമാക്കിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കത്ത് കിട്ടിയപ്പോ പ്രിൻസിപ്പൾ ന്യായമായും സഹപ്രവർത്തകരുമായിട്ട് അത് കൂടിയാലോചിച്ച് കാണും. അത് കൂടിയാലോചിച്ചപ്പോ കത്ത് എങ്ങനെയോ പുറത്തായി മാലോകരറിഞ്ഞ് അതിനെപ്പറ്റി ഇപ്പൊ ഒരു ഇറച്ചി കഷ്ണം പട്ടിക്കുട്ടങ്ങളുടെ ഇടയിലോട്ട് ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെ കിടന്ന് കടിപിടി കൂടുമെന്ന് പറഞ്ഞ മാതിരി ഇത് പലരും അങ്ങോട്ട് ഏറ്റെടുത്ത് എവിടം വരെ ആകും എന്ന് എനിക്കിത് പറയാനൊക്കെയല്ല. ചുമ്മാതല്ല നമ്മുടെ അത്യവസ്ഥരായ ചെറുപ്പക്കാർ കേരളം വിട്ടു പോകുന്നെന്ന് ഇപ്പൊ മനസ്സിലായില്ല. ഇത്രയുള്ള പറയാം. വളരെ നന്ദി ശിവദാസൻ, താങ്കളുടെ അഭിപ്രായം വിളിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ജിതിൻ എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ജിതിൻ, എന്ത് തോന്നുന്നു? ഈ വിവാദങ്ങൾ ഇങ്ങനെയാണ് നീളുന്നത്. ഇപ്പോൾ കത്ത് ആര് പുറത്തുവിട്ടു എന്നത് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. അതായത് കത്ത് പുറത്തുവിട്ടു എന്ന് പറയുന്നത് അതിനെ അന്വേഷിക്കണം എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം താങ്കളെപ്പോലെ മാധ്യമ പ്രവർത്തകരും ഏത് വാർത്തയായാലും അത് എങ്ങനെയെങ്കിലൊക്കെ പുറത്തു വന്ന ശേഷമാണ് എല്ലാ ചാനലുകളും പുറത്തു വരുന്നത്. ഇപ്പോൾ അത് ഭരണതലത്തിലായാലും ഏത് തലത്തിലായാലും
പല ഒഫീഷ്യൽ ലെറ്ററുകളും പുറത്തു വരാറുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്, പുറത്തു വരും. അത് സ്വാഭാവികമാണ്. അതൊന്നും ഒരിക്കലും മൂടിവെക്കാനോ ഒന്നും കഴിയില്ല. അതുപോലെ തന്നെ ഒരു കത്ത് പ്രിൻസിപ്പൽ അത് ഇന്നത്തെ കാലത്ത് ഒരു പുറത്തു വരാൻ വളരെ എളുപ്പമാണ്. ഏത് കത്തും ഏത് രേഖകളും പുറത്തു വരും. വാസ്തവത്തിൽ ആ കത്തിന്റെ പിന്നിൽ വല്ല ദുരുദ്ദേശം ഉണ്ടോ, ഒരു നിഷ്കളങ്കമായി എഴുതിയതാണോ, അല്ല അതിന്റെ പിന്നിൽ വല്ല എന്തെങ്കിലും ദുരുദ്ദേശം, അതാണ് അന്വേഷിക്കേണ്ടത്. അതാണ് അന്വേഷിക്കേണ്ടത്. പുറത്തു വന്നു എന്നതിനെ അങ്ങനെ പുറത്തു വന്നു എന്ന് അന്വേഷിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാം ഇപ്പൊ നമ്മൾ ഒരു ദിവസം ചാനൽ നോക്കിയാൽ തന്നെ 100 തരം ഒഫീഷ്യൽ രേഖകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഒഫീഷ്യൽ രേഖകൾ പുറത്തു വരുന്നത് അപ്പൊ മാധ്യമ പ്രവർത്തനം നടക്കാതെ വരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. RTIയുടെ ഒരു കാലഘട്ടമാണ്, എല്ലാം പുറത്തു വരണം. RTI മാത്രമല്ല, ഇന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ കാലഘട്ടമാണ്, അല്ലാതെ പണ്ടത്തെ പോലെ പരമ്പരാഗത മാധ്യമങ്ങളുടെ കാലഘട്ടമല്ല. ഇന്ന് എല്ലാവരും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് കാലഘട്ടത്തിൽ ഈ കത്ത് പുറത്തു വന്നത് കാര്യമായിട്ട് കാണുന്നത് പറയുന്നത്. ഏതായാലും വളരെ നന്ദി ജിതിൻ, അവിടെ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. പ്രശാന്ത് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. പ്രശാന്ത് എന്നല്ലേ പേര് പറഞ്ഞത്? ഹലോ, അതെ അതെ അതെ. പ്രശാന്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് നിന്നാണോ? അതെ അതെ, കോഴിക്കോട് നിന്നാണ്. ടിവിയുടെ വോളിയം ഒരു അല്പം കുറയ്ക്കാമോ? കുറച്ചിട്ടുണ്ട്. പ്രശാന്ത്, ഈ കത്ത് പുറത്തു വന്നതിന് വളരെ ഞാൻ അഭിനന്ദിക്കാൻ സാർ. കാരണം ഇങ്ങനെയുള്ള ഒരു വിഷയം പൊതുജനങ്ങൾ അറിയണമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇത് ആരോഗ്യ മേഖലയിൽ ഇത്തരം ഒരു എന്താ പറയാ മതപരമായിട്ടുള്ള ഒരു പ്രശ്നം പാടില്ലല്ലോ. കാരണം ഈ ആരോഗ്യ മേഖലയിൽ എല്ലാ ആളുകളും ഉണ്ട്, അതിൽ മതമൊന്നും നോക്കാൻ പാടില്ല. ഡോക്ടറായിട്ട് വരുന്ന എല്ലാ വിഭാഗക്കാരുണ്ട്. പ്രത്യേക സമുദായത്തിന്റെ മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക സമുദായത്തിന് സംഘടന വേണമെന്ന് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് എന്താ പറയാ, മുസ്ലിങ്ങൾക്ക് ഒരു സംഘടന നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. താങ്കളുടെ ശബ്ദത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും വളരെ നന്ദി അഭിപ്രായം വിളിക്കുകയും പങ്കുവെക്കുകയും ചെയ്തതിന്. ഡേവിഡ് എന്നൊരു പ്രേക്ഷകൻ പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ഡേവിഡ്, നമ്മുടെ ഹിജാബ് വിവാദം കേരളത്തിൽ പതുക്കെ കൂടുതൽ ചർച്ചാ വിഷയമാവുകയാണ്. ഇതിൻ്റെ സംബന്ധിച്ചുള്ള പരാതികളും ഉയരുകയാണ്. ഈ കത്ത് എങ്ങനെ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് പുറത്തുപോയി എന്നത് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ. അല്ല, ഈ കത്ത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വ്യക്തത എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഊമക്കത്താണോ അതാ എഴുതിയ വ്യക്തികൾ അതിൽ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പുറത്തു പോയതിൽ ഒരു തരക്കേടും ഇല്ല. കാരണം എന്താണ്, ആ വ്യക്തികളെ തന്നെ പിടിക്കണം, അത് ഇൻട്രോഗേഷനും ചെയ്യണം. നിങ്ങൾ ആര് പ്രേരിപ്പിച്ചു, എന്തുകൊണ്ട് എഴുതി, അല്ലാതെ അത് വലിയൊരു ഇതായിട്ട് വെച്ചിട്ട് എങ്ങനെ പുറത്തുപോയി എന്നുള്ളതല്ല. അത് ആ വ്യക്തികൾ എഴുതിയത് ഊമക്കത്തല്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ അനോണിമസ് ലെറ്റർ, ആ വ്യക്തികളെ തന്നെ പിടിച്ചിട്ട് അതിന്റെ പുറകിലുള്ളാകുന്ന ആൾ, ആ പ്രേരക ശക്തി, അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് ആരാന്ന് പിടിച്ചാൽ ക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിലെന്തായാലും കടന്നുകൊണ്ട് ഇത്ര വലിയ ഒച്ച ഉണ്ടാക്കുന്നത്? എങ്ങനെ പുറത്തുപോയി, എന്ത് പുറത്തുപോയി? നാളെ ഇനി വേറൊരു പ്രശ്നം പറഞ്ഞിട്ട് പ്രിൻസിപ്പാളിനെ ഭീഷണിപ്പെടുത്തിയാൽ ഇവര് രക്ഷയ്ക്ക് വരുമോ? അതുകൊണ്ട് കത്തിന്റെ ഉറവിടമാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഏതായാലും വളരെ നന്ദി ശ്രീ ഡേവിഡ്, വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. അനീഷ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അനീഷ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. അനീഷ്, ഈ വിവാദം തുടരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ കോളേജ് യൂണിയൻ ഉന്നയിക്കുന്നത്. അല്ല, എനിക്ക് പറയാനുള്ളത് കത്ത് പുറത്തുന്നതിനെ കുറിച്ചല്ല, ഈ ഒരു ആവശ്യം ഉന്നയിച്ചതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കത്ത് പുറത്തു വന്നതിനെ കുറിച്ച് അത് ചർച്ച ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ഈ ഒരു കത്തിന്റെ ഉറവിടം വന്നു എന്നതിന് അതിനപ്പുറം ഇത് എപ്പോഴാണ് വന്നത്, അതായത് ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് എന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, അതിനെ വഴിതിരിക്കാൻ വേണ്ടി, അതിന് എതിരായിട്ടൊരു മറ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഒരു ഹിജാബ് വിഷയം വന്നതാണ് എനിക്ക് പറയാനുള്ളത്. അനുമാനം. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവെച്ചതിന്. ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഹുസീബ് എന്നാണോ പേര് പറഞ്ഞത്? ഔസേപ്പ്. ശ്രീ ഔസേപ്പ് അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. വളരെ സന്തോഷം അബുദാബിയിൽ നിന്ന് പൊതുവേദിയിലേക്ക് വിളിച്ചതിന്. ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാവുകയാണ് പതുക്കെയെങ്കിലും. ഈ കത്ത് എങ്ങനെ പുറത്തേക്ക് വന്നു, കത്ത് പുറത്തുവിട്ടതിന് പിറകിൽ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞ പോലെ. ഇതിപ്പോ 2023 കത്ത് പുറത്തു വന്നതിൽ വലിയ കഥയുള്ള കാര്യമല്ല, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ കത്തിലുള്ള ഉള്ളടക്കം അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. കാരണം ഇങ്ങനൊരു എന്താ പറയാ, ഓരോ മതക്കാർക്ക് അവരവരുടെ രീതിയിൽ എന്താ പറയാ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞൊരു അതിന് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവരൊക്കെ MBBS പഠിക്കാൻ വന്ന് ഡോക്ടറാവാൻ പഠിക്കാൻ വന്നതിന്റെ എന്താ പറയുക ചേതോപകരം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം.
കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ഡോക്ടറിനെ കുറിച്ച് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മള് ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ ഡോക്ടർ മതമോ രാഷ്ട്രീയമോ ലിംഗമോ ഒന്നും നോക്കാതെ ട്രാൻസ്പെറൻസി ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് ആ ഡ്രസ്സിൽ ഇടാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഈ ഡ്രസ് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുരുഷന്മാരെ ശ്രദ്ധ നോക്കാൻ പറ്റില്ല. അങ്ങനെ പല രീതിയിൽ ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായി മാറും പൊതുജനങ്ങൾക്ക്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഈ പറഞ്ഞ ഡോക്ടർ, നഴ്സ്, അങ്ങനത്തെ ഹോസ്പിറ്റൽ ഫീൽഡുകളിലേക്ക് പോവാതെ വേറെ എന്തെങ്കിലും ഫീൽഡിലേക്ക് പോവാ. അതല്ല ഏറ്റവും ഉത്തമമായ നല്ല പറയാം. വളരെ നന്ദി. താങ്കൾ ദുബായിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ജോസഫ് എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ജോസഫ്, എന്ത് തോന്നുന്നു ജോസഫിന് ഈ വിവാദത്തിന്റെ ഒരു നീക്കം കണ്ടിട്ട്? കത്തിന്റെ ഉള്ളടക്കത്തോടും കത്ത് ചോർന്നതിനോടും ഞാൻ 100% വിയോജിക്കുന്ന ആളാണ്. ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ വരുന്നൊരു ഒരു ഭീകരമായ ഒരു വസ്തുത ചൂണ്ടിക്കാട്ടാണ്. നമ്മുടെ ഈ പരിപാടി പകർത്തുന്ന പലരും ഒരു വിഷയം ഉണ്ടായി ഇണ്ട് വിട്ടുപോകുന്നു പറയുന്ന രീതിയിലേക്കുള്ള ദുഷ്ട മനസ്സുകളായി മാറുന്നു. വളരെ വേദനാകരമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തില് എതിരാളികളോട് ഭരിക്കുന്ന ആളുകൾക്ക് ഗ്രൂപ്പിൽ പോകാൻ പറയാലോ, അതുപോലെ പറയുന്നില്ല എന്തായാലും. പിന്നെ അങ്ങ് വളരെ നല്ലൊരു ആങ്കറാണ്, മിടുക്കന ആങ്കറാണ്. പക്ഷെ ചില ആങ്കർമാരെങ്കിലും ഹാൻഡ് കപ്പിനെ പറ്റി ചർച്ച ചെയ്ത് ഞെട്ടിപ്പോയി. ഹാൻഡ് കപ്പ് എത്ര എസ്എഫ്ഐക്കാർ ഇട്ടിട്ടുണ്ട്, പിന്നീട് എംപിമാരായവര്. ഒരു കാര്യം വയ്യാത്ത ഒരു ബിജുവിനെ ചവിട്ടി അടിച്ചിട്ടുണ്ട്, ഒരു ഗീനാകുമാരി അഡ്വക്കേറ്റ് ഉണ്ട്, അവരെ നടു അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട്. എത്ര പെൺകുട്ടികളെ തലയും കാലും പിടിച്ചിട്ടുണ്ട്, പാറപ്പുറത്ത് അടിച്ചിരിക്കുന്നു, നന്ദാവനം ക്യാമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചിരിക്കുന്നു. ഒരു ഹാൻഡ് കപ്പ് ഇത്ര മാത്രം നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് മാത്രം പറയുമ്പോൾ ആങ്കർമാർക്കൊന്ന് ചൂണ്ടിക്കാട്ടായിരുന്നു അന്നത്തെ ആങ്കർ. വളരെ സോറി പറയുന്നു. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. പൊതുവേദി ഇനി ഒരു ചെറിയ ഇടവേളയിലേക്ക്, അതിനുശേഷം ഈ ചർച്ചയിൽ വീണ്ടും പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. പൊതുവേദി തുടരുന്നു. ഹിജാബ് ഓപ്പറേഷൻ തിയേറ്ററിൽ വേണോ എന്നതിനെ സംബന്ധിച്ചുള്ള വിവാദം പുകയുന്ന പശ്ചാത്തലത്തിലാണ് പൊതുവേദിയുടെ ചർച്ച. മോഹൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. മോഹൻ, ഈ ആവശ്യം ഉന്നയിച്ച കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നത് അന്വേഷിക്കണം എന്നതാണ് കോളേജ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഉറവിടം അന്വേഷിക്കണമെന്ന് മറുവിഭാഗവും ആവശ്യപ്പെടുന്നു. ശ്രീ മോഹൻ, എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു സാറേ, ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഇതൊക്കെ ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നതെന്നല്ലേ. ഏതൊക്കെ? സാധാരണ ഈ ഹിജാബും മറ്റേ ഇതൊക്കെ സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ മൊത്തം ലോകത്ത് എല്ലായിടത്തും ഒരു ഇതുണ്ട്, നോംസ് ഉണ്ട്. ഇങ്ങനെ അണുമുക്തമായിട്ടുള്ള പിന്നെ ഉപകരണങ്ങൾ, അണുമുക്തമായിട്ടുള്ള വസ്ത്രങ്ങള്, അവർക്ക് വേണ്ടി കോഡ് ഓഫ് കോഡ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ കുട്ടികളും അവിടെ ചേർന്നിരിക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് അവര് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ പറഞ്ഞില്ലേ, ലോകത്ത് മൊത്തം ഒരേ ഇതാണ്. അത് കൂടാതെ ഈ ചോദിച്ച കുട്ടികൾ ഈ ഇവിടെ കേരളത്തില് 47 49 ഈ ഇത് മുസ്ലിം സമുദായക്കാർ നടത്തുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെ ഒന്നും ചോദിക്കാതെ ഒരു ചോദ്യം തിരുവനന്തപുരത്ത് നമ്മുടെ ഈ കോളേജിൽ ചോദിക്കുക എന്നൊക്കെ കേട്ടപ്പോഴ് ഇതിന്റെ പൊക്കി ഇതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും വളരെ നന്ദി ശ്രീ മോഹൻ, കണ്ണൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. മഞ്ചേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ മുഹമ്മദ്. ശ്രീ മുഹമ്മദ്, കത്ത് പ്രിൻസിപ്പാളിലാണ് കൊടുത്തത്. ആ കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നത് അന്വേഷിക്കണം എന്നതാണ് ഇപ്പോൾ കോളേജ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നതാണോ അന്വേഷിക്കേണ്ടത്, കത്തിന്റെ ഉറവിടമാണോ അന്വേഷിക്കേണ്ടത്? നമസ്കാരം സാറേ. നമസ്കാരം. കോളേജ് യൂണിയനാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് കോളേജ് യൂണിയൻ അത് അറിയേണ്ട ആഗ്രഹം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വൃത്തിയുടെ കാര്യം ചെയ്തതാണുള്ള ഈ 4 പെൺകുട്ടികൾ, 4 അല്ലെങ്കിൽ 5-6 പെൺകുട്ടികൾ. ആ പെൺകുട്ടികൾ പഠിക്കുമ്പോഴേ അറിയാലോ എന്താണ് എന്താണ് തിയേറ്റർ, എങ്ങനെയാണ് തിയേറ്റർ. ഈ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും അവിടെ പോയിട്ടുണ്ടാവുമല്ലോ. ആ പോണ സമയത്തൊക്കെ എങ്ങനെ ഈ കുട്ടികൾ കയറിയിട്ടുണ്ട് അതൊന്ന് അന്വേഷിച്ച് നോക്കി സാറേ. അവരുടെ ഡ്രസ്സ് വേറെ സ്ഥലത്ത് ഒരു മുറി കഴിച്ചേക്കണം, എന്നിട്ട് അവിടേക്കുള്ള ഡ്രസ്സ് വേറെ ഇടണം, എന്നിട്ട് അവിടെ പോയിട്ട് അവർ പറഞ്ഞ സ്ഥലത്തെ നിൽക്കാൻ പാടുള്ളൂ. അവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ ആ കുട്ടികൾ കാണണം. ആ പ്രൊഫസർമാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ അവർക്ക് കാണിച്ചു കൊടുക്കും, ഇതാണ് ഇന്ന ഓപ്പറേഷൻ, ഇതിനിങ്ങനെ ചെയ്യണം, ഇന്ന മാതിരി ചെയ്യണം എന്ന് പറയും. അപ്പോഴൊക്കെ അവർ ശ്വാസം പോലും പുറത്തേക്ക് വിടാതെ അതിന് മാസ്കൊക്കെ കെട്ടിയിട്ട് വളരെ സത്യസന്ധമായിട്ടും കൃത്യനിഷ്ഠയോടും കൂടിയിട്ട് അവിടെ നിൽക്കും. പിന്നെ എപ്പോൾ പിടിച്ച് എങ്ങനെ ഒരു കത്തുണ്ടാക്കി ഞങ്ങൾക്ക് അവിടുന്ന് നിഷ്കരിക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഒട്ടും അനുവദിക്കാൻ പറ്റൂല. ഇത് ആരാ എഴുതിയ എന്നുള്ളതും ഇത് എഴുതിയ ഉറവിടം എവിടെയാണെന്നുള്ളതും അത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി അന്വേഷിക്കണം. പിന്നെ അവിടെ പ്രിൻസിപ്പാളിന് കത്ത് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് അത് വാങ്ങിയേക്കാതെ അല്ലാതെ നിവൃത്തിയില്ല. അത്
അത് ഡമ്മി ഓഫീസിലാണോ അതോ സാധാരണ തപാലാണോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് അതിനെ സംബന്ധിച്ചും അന്വേഷിക്കണം. ഏതായാലും വളരെ നന്ദി ശ്രീ പറയാം. മഞ്ചേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു ശ്രീ മുഹമ്മദ്. വളരെ നന്ദി ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഏതായാലും ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ ഹിജാബ് ധരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവാദത്തിൽ വിദ്യാർത്ഥിയുടെ കത്ത് എങ്ങനെ പുറത്തു വന്നു എന്ന വിഷയം അന്വേഷിക്കണമെന്ന് യൂട്യൂബിൽ നമ്മൾ ഒരു പോൾ നടത്തിയിരുന്നു. ആ യൂട്യൂബ് പോളിൽ 57% ആളുകൾ ഈ കത്ത് എങ്ങനെ പുറത്തായി എന്ന കാര്യം അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് അന്വേഷണത്തിന് അർഹമല്ല എന്ന നിലപാടാണ് 47% ആളുകളും സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും കേരളത്തിൽ ഹിജാബ് വിവാദം അവസാനിക്കുന്നില്ല. അത് പതുക്കെയെങ്കിലും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് വാസ്തവം. പൊതുവേദി നാളെ മറ്റൊരു